മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിലെ എക്സാമ്പിൾ 2.7 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിളാണ്. ഇതിന് മുമ്പുള്ള എക്സാമ്പിൾസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയാൽ മതി. ഇതിന് മുമ്പുള്ള ചാപ്റ്ററായിട്ട് യൂണിറ്റ് മെഷർമെൻറ്റിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതും പ്ലേലിസ്റ്റിലുണ്ട്. സോ നമുക്ക് ക്വസ്റ്റിനോട്ട് കിടക്കാം. റിയാക്ഷൻ ടൈമിനെ കുറിച്ചുള്ള ചോദ്യം. വെൻ എ സിറ്റുവേഷൻ ഡിമാൻഡ്സ് അവർ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇറ്റ് ടേക്സ് സം ടൈം ബിഫോർ വി റിയലി റെസ്പോണ്ട്. അതായത് നമ്മളോടിപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്നൊരു സംഭവം ചെയ്യണമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈമിൽ, റിയാക്ഷൻ ടൈമിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാർ ഓടിച്ചുകൊണ്ട് പോവാണ്, പെട്ടെന്ന് ഇവിടെ ഒരാളെ കാണുവാണെങ്കിൽ ഇയാളെ തട്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്ന് നമ്മളെ ഒരു തോട്ട് പ്രോസസ്സ് വരുന്നില്ല. അതായത് ഇപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ അയാളെ കണ്ടിട്ട് ഇത്രയും ദൂരം പോയിട്ടാണ് ഞാൻ ബ്രേക്ക് ചവിട്ടുന്നത്. അത് വരെയുള്ള റിയാക്ഷൻ ടൈം, അതായത് എനിക്ക് ബ്രേക്ക് ചവിട്ടെടുത്ത ടൈമിനെയാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. റിയാക്ഷൻ ടൈം ഈസ് ദ ടൈം ഓഫ് എ പേഴ്സൺ ടേക്സ് ടു ഒബ്സർവ്. അതായത് ഞാൻ അയാളെ കണ്ടു, പിന്നെ തിങ്ക്, ഞാനിത് ഓക്കെ എനിക്ക് മനസ്സിലായി അയാളെ തട്ടാക്കണമെങ്കിൽ എനിക്ക് ബ്രേക്ക് ചവിട്ടണം മനസ്സിലായി, എൻ്റെ ആക്ടിങ് ഞാൻ ബ്രേക്ക് ചവിട്ടി. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ഈസ് ഡ്രൈവിംഗ് ആൻഡ് സഡൻലി എ ബോയ് അപ്പിയേഴ്സ് ഓൺ ദ റോഡ് ദെൻ ദ ടൈം ഇലാപ്സ്ഡ് ബിഫോർ ഹി സ്ലാപ്സ് ദ ബ്രേക്സ് ഓഫ് എ കാർ ഈസ് എ റിയാക്ഷൻ ടൈം. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇത് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. റിയാക്ഷൻ ടൈം ഡിപ്പെൻഡ്സ് ഓൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ഓൺ ആൻ ഇൻഡിവിജ്വൽ. അതായത് ഓരോ ഇൻഡിവിജ്വലിനും, അതായത് ഓരോ വ്യക്തികൾക്കും ഓരോ മാതിരി റിയാക്ഷൻ ടൈം മാറും. അതുപോലെ തന്നെ പിന്നെ കോംപ്ലക്സിറ്റി. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് എൻ്റെ വണ്ടിൻ്റെ മുന്നിലോട്ട് ചാടുവാണെങ്കിൽ എനിക്ക് ഭയങ്കര കോംപ്ലക്സ്, ആ ഒരു സിറ്റുവേഷൻ കോംപ്ലക്സ് ആവില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. യു ക്യാൻ മെഷർ യുവർ റിയാക്ഷൻ ടൈം ബൈ എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. ടേക്ക് എ റൂളർ ആൻഡ് ആസ്ക് യുവർ ഫ്രണ്ട് ടു ഡ്രോപ്പ് ഇറ്റ് വെർട്ടിക്കലി ത്രൂ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ യുവർ തമ്പ് ആൻഡ് ഫോർ ഫിംഗർ. ആഫ്റ്റർ യു ക്യാച്ച് ഇറ്റ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടി ട്രാവൽഡ് ബൈ ദ റൂളർ. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്കെയില് ഞാൻ അത് കാണിച്ചുതരാം. ഞാൻ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാൻ സ്കെയിൽ പോലെ തപ്പി, പക്ഷേ സ്കെയിൽ കാണാനുള്ള ആവശ്യമുള്ള നേരത്തെ നമുക്ക് അങ്ങനെ കാണത്തില്ലല്ലോ. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിക്കുക, ഇത് എൻ്റെ കൈയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ അവനോട് പറഞ്ഞ് ഇത് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ്, എന്നിട്ട് പറഞ്ഞത് ഇതിൻ്റെ ഈ ഒരു അറ്റമില്ലേ, ഈ ഒരു അറ്റം ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞ്. അതായത് അവനോട് പറഞ്ഞ് ഒരു കൈ കൊണ്ട് ഞാൻ ഇടാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു കൈ കൊണ്ട് ഒരു സ്കെയിൽ ഇങ്ങനെ താഴോട്ട് ഇടുക, എന്നിട്ട് നിങ്ങൾ പറയാം ഇത് ഇവിടെ ഞാൻ പിടിക്കുന്ന ഒരു നിശ്ചയിച്ച് വെച്ചു, ഒന്ന് ഇട്ട് നോക്കി. പക്ഷേ എങ്ങനെ പോയാലും നിങ്ങളിതാ ഈ ഒരു പിടിക്കുന്ന ഏകദേശം ഇത്രയും ഡിസ്റ്റൻസ് എങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് റിയാക്ഷൻ ടൈമിൻ്റെ ഡിഫറൻസ് ആണത്. ഒരു പർട്ടിക്കുലർ കേസ് വന്നിട്ട് ഇന്ന പർട്ടിക്കുലർ കേസ് ഡി വാസ് ഫൗണ്ട് ടു ബി 21 സെൻറ്റിമീറ്റർ. അതായത് ഈ ഒരു ഡി എന്ന് പറയുന്നത് ഇവിടെ ഒരു 21 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നത്. ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ്. ആൻഡ് എസ്റ്റിമേറ്റ് റിയാക്ഷൻ ടൈം, ഇതിൻ്റെ റിയാക്ഷൻ ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് റിയാക്ഷൻ ടൈമിൻ്റെ ഒരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. നമുക്കറിയാം ഒരു ഫ്രീ ഫാൾ ചെയ്യുന്ന ബോഡി, അതായത് ഇപ്പോൾ സ്കെയിൽ ഞാൻ ഇടുകയാണ്, സ്കെയിൽ ഇടുമ്പോൾ നമുക്ക് ഫ്രീ ഫാൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, U0 ആയിരിക്കും. ആൻഡ് പിന്നെ G എന്ന് പറയുന്നത് -10 m/s². അല്ലേ വേണ്ട, നമുക്ക് ഇത് ഈ മൈനസ് എടുക്കുമ്പോൾ താഴോട്ടുള്ളത് മൈനസ് എടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. താഴോട്ട് മിക്കതും നെഗറ്റീവായിരിക്കും, താഴോട്ട് മുകളിലോട്ട് പോസിറ്റീവായിരിക്കും. ഇത് നമ്മളെങ്ങനെ എടുക്കുന്നു അതിനനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ ഒരു നമ്മളെല്ലാ വെക്റ്റർ ക്വാണ്ടിറ്റീസും താഴോട്ട് പോസിറ്റീവ് മുകളിലോട്ട് നെഗറ്റീവ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈൻ അത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ജിക്കും അതുപോലെ തന്നെ സൈൻ കൊടുത്താൽ മതി. കാരണം ജി എപ്പോഴും ആക്ട് ചെയ്യുക ഗ്രൗണ്ടിൻ്റെ സർഫസിലോട്ടാണ്. ജി എപ്പോഴും താഴോട്ടേക്കാണ്. അതാണ് ജി ഈസ് ഓൾവേസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ബുക്കിൻ്റെ റെസ്പെക്റ്റിൽ ബുക്കിൽ നമുക്ക് എപ്പോഴും ജി എന്തായിരിക്കും, താഴോട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ വെർട്ടിക്കൽ മോഷനൊക്കെ ചെയ്യണ നേരത്തെ ഈ കുഞ്ഞുനാളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും താഴോട്ട് പോകുമ്പോൾ പ്ലസ് ആകും, മറ്റേത് മൈനസ് ആകും. പക്ഷേ അത് അങ്ങനെയല്ല, അത് കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ താഴോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ വലിയ വലിയ കോമ്പറ്റേറ്റീവ് ലെവലൊക്കെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലത് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാൻ വരിക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് സിസ്റ്റം ഇങ്ങനെ മാറ്റാൻ ഒരു ക്വസ്റ്റ്യൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ താഴോട്ട് എല്ലാം നെഗറ്റീവാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റീസ് എല്ലാം നെഗറ്റീവ് കൊടുക്കണം. ലൈക്ക് ആക്സലറേഷൻ ആണെങ്കിൽ നമ്മൾ ജി, ഓക്കെ, പിന്നെ വെലോസിറ്റി ആയിക്കോട്ടെ, മറ്റേ അതുപോലത്തുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ആ ഒരു സംശയം മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ താഴോട്ട് പോസിറ്റീവും മുകളിലോട്ട് നെഗറ്റീവാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ജി എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. അപ്പോൾ ജി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആക്സലറേഷൻ തന്നെയാണ് കൊടുക്കാം. ആക്സലറേഷൻ G = 10 m/s². ഓക്കെ, താഴോട്ട് പോസിറ്റീവ് കൊടുക്കുന്നത് ജി എന്ന് പറയുന്നത് എപ്പോഴും താഴോട്ടായിരിക്കും. അതുകൊണ്ടാണ് അത് പോസിറ്റീവാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് റിയാക്ഷൻ ടൈമാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം S = ut + ½ AT² എന്നാണ് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഞാനിതാ ഇവിടെ നിന്നിട്ട് ഇവിടെ പിടിച്ച് ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് ഡി കൊടുക്കാം. അപ്പോൾ D = ut + ½ × G × t². ഈ യൂട്ടിന് 0 ആകും, കാരണം U 0 ആണ്. അപ്പോൾ ut 0 ആകും. അപ്പോൾ ½ × G t² എന്ന് വരും. ഡി എന്ന് പറയണത്
2 ഇങ്ങോട്ട് പോകും, അപ്പോൾ എന്താവും 2d ആവും. ജി ഇങ്ങോട്ട് പോകും, അപ്പോൾ ഡിവൈഡഡ് ബൈ ജി ആവും, ഇസിക്കൽ ടു ടി സ്ക്വയർ എന്ന് വരും. അങ്ങനെ ആകുമ്പോൾ ഈ സ്ക്വയർ മാറ്റാൻ ഇതെന്ത് ചെയ്യണം, ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും റൂട്ടാവും. അപ്പോൾ ടി ഇസിക്കൽ ടു 2d ബൈ ജി, ഓക്കെ, റൂട്ട് 2d ബൈ ജി എന്ന് വരും. ഇതാണ് നിങ്ങൾ എക്സ്പ്രഷന്. ഇത് വേണമെങ്കിൽ കാണാപാഠം പഠിക്കുന്നവർ കാണാപാഠം പഠിക്കുക, അതല്ല നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്നുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡി എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ആക്സലറേഷൻ എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈസി മെത്തേഡിന് വേണ്ടി 9.8ന് 10 എടുക്കാം. ആ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ആൻഡ് പിന്നെ നമുക്ക് അറിയേണ്ടത് ടി ആണ്. ഓക്കെ, ടി എന്ന് പറയുന്നത് 2 ഇൻറ്റു ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് 21 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സെൻറ്റിമീറ്റർ നമുക്ക് എന്തെങ്കിലും മീറ്ററിനാക്കണം. മീറ്ററിലാക്കണമെങ്കിൽ 1 മീറ്ററാണ് 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 21 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 0.2 ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 21 ഇൻറ്റു 10⁻² എന്ന് കൊടുത്താലും മതി. നമുക്കിവിടെ 0.2 എന്ന് തന്നെ കൊടുക്കാം, ഡിവൈഡഡ് ബൈ 10 അല്ലേ. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കണടാ, ഞാനിതിന് ഈ ഒരു പോയിൻ്റ് കളയാൻ പോവാണ്. നമുക്ക് ഇപ്പുറത്ത് ചെയ്താൽ മതിയോ? ഓക്കെ, അപ്പുറത്ത് ഇത് ചെയ്ത് ഈ ഒരു ഇത് ഞാൻ ടീനാണ് കണ്ടിട്ട്, കാരണം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം. കാരണം നിങ്ങൾക്ക് ചിലർ ഈ റൂട്ട് പോയിൻ്റൊക്കെ വന്ന റൂട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ച്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇതെന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തായിരിക്കും വരിക, 2നെ 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണ്, അപ്പോൾ 0. പിന്നെ 2നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4, 2നെ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഡിവൈഡഡ് ബൈ 10 റൂട്ട്. ഇനി ഞാൻ ഈ പോയിൻ്റ് കളയാൻ ഞാൻ ചില എക്സാമ്പിൾസിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പോയിൻ്റ് എങ്ങനെ കളയാം, ഇവിടെ ഉള്ള ക്വാണ്ടിറ്റി എത്രയും നോക്കുക, അതായത് 2. ഇതിങ്ങനെ കളഞ്ഞാൽ ഈ ഒരു 2നെ ഞാൻ ഇങ്ങോട്ടാക്കിയാൽ എന്ത് വരും, അതായത് ഇവിടെ രണ്ടെണ്ണമല്ലേ, ഇതിന് പോയിൻറ്റിന് ശേഷമുള്ളത് 2 എണ്ണമാണ്. അപ്പോൾ ഈ 2 എണ്ണം കളയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കളഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, 100 വരും. മനസ്സിലായല്ലോ? കാരണം 2 0 ഇട്ട് കൊടുത്താൽ ഇവിടെ താഴെ 2 0 ഇട്ട് കൊടുത്താൽ പോയിൻ്റ് പോകും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, പക്ഷേ എനിക്കിവിടെ 4 മതി, 0.4 വരെ മതി. അപ്പോൾ എത്ര പോയിൻ്റ് ഉണ്ടാവും, 1 പോയിൻ്റ് ഉള്ളൂ. അപ്പോൾ ഒരു 10 കൂടെ ഇട്ട് കൊടുത്താൽ ഈ പോയിൻറ്റിന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ പോയിൻ്റ് ആവും. അപ്പോൾ പോയിൻ്റ് 4.2 എന്ന് വരും. അപ്പോൾ 4.2 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ഈ 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 4.2, ഈ 4.2 ഡിവൈഡഡ് ബൈ റൂട്ട് 100. ഓക്കെ, 4.2ൻ്റെ എത്രയാണ് ഏകദേശം വരിക, ഒരു 2 നമുക്ക് കൊടുക്കാം. ഒരു അപ്രോക്സിമേറ്റ്ലി 4.2 എന്ന് പറയുന്നത് നമുക്ക് 2 സംതിങ് ആയിരിക്കും, അപ്പോൾ 2 കൊടുക്കാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10. അപ്പോൾ 2/10 പറയുമ്പോൾ 0.2 സെക്കൻഡ്. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ചിലർക്ക് ഈ പോയിൻറ്റിന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇത്രയുള്ള ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത എക്സാമ്പിൾസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ തുടങ്ങാം. പറ്റുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ താങ്ക് യു.